മൈ ചാനൽ. ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞു വരുമ്പോൾ അത് കൂടുതലായി പോകുമെന്ന് അറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒന്ന് എന്നോട് ചോദിച്ചു, ലിസ് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലിസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, എന്തെങ്കിലും നടന്നു കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ഈ വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഞാൻ 2021 ഞാൻ ആദ്യമായിട്ട് ഈ ആകർഷണ നിയമത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നതും ഞാൻ പഠിക്കാൻ തുടങ്ങിയതും. പിന്നീട് എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തു. അതിൽ പിന്നെ മണിയൊക്കെ ഇഷ്ടംപോലെ മണിയൊക്കെ ഞാനിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ ഇപ്പം അല്ല, ഈ റീസെൻ്റായിട്ട് ചെയ്തതല്ല, അതിന് മുമ്പ് ഫസ്റ്റ് എൻ്റെ ഒരു വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ 1 വർഷമായിട്ട് ഈ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷമായിട്ട് എൻ്റെ വിസ അടിച്ച് കിട്ടിയില്ലായിരുന്നേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറഞ്ഞു, ഇനി ആ ലിസിന് നിനക്ക് ആ വിസ അടിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ 1 വർഷമായില്ലേ. അതുകൊണ്ട് അപ്പം അന്നേരം ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലാവരും എന്നോട് പറഞ്ഞു അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്നെ ഒരു ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. അവർക്ക് അവരുടെ ആ ഒരു അനുഭവത്തിൽ, അവരുടെ ഒരു ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരുടെ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണ് പലരും കൊടുത്തിട്ടും കിട്ടാതെ നാട്ടിലേക്ക് കയറിപ്പോണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞതാണ്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ആശങ്കപ്പെട്ടെങ്കിലും, പക്ഷേ എൻ്റെ മൈൻഡ് അതിന് സമ്മതിച്ചില്ല, അങ്ങനെ ആശങ്കപ്പെടാൻ വേണ്ടി സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ യൂണിവേഴ്സിലും എൻ്റെ ദൈവത്തിലും യൂണിവേഴ്സിലും വിശ്വസിച്ചിട്ട് എൻ്റെ പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ടിൻ്റെ ബുക്ക്, നമ്മുടെ ആ എംബസി ഇന്ത്യയുടെ ആ ഒരു എംബ്ലമൊക്കെയുള്ള ആ ഒരു ഫസ്റ്റ് അതിൻ്റെ പുറം പേജ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ അടിക്കുന്ന പേജ്, ഇത് പിന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു ചാർട്ട് പേപ്പറിനകത്ത് ഇതുപോലെ ഒട്ടിച്ച് എൻ്റെ റൂമിനകത്ത് ഞാൻ വെച്ചു. അടിയിൽ ഞാൻ അഫർമേഷൻ എഴുതി വെച്ചായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വിസ അടിച്ചു കിട്ടിയതിന് പ്രപഞ്ചനാഥന് നന്ദി എന്നും പറഞ്ഞിട്ടാണ് ഞാനന്ന് അഫർമേഷൻ എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും കിട്ടാതിരുന്ന ആ ഒരു സാധനം ഇമ്മീഡിയറ്റായിട്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഡാൻസാണ്, പിന്നെ നിനക്കിന്ന് ഡാൻസിൻ്റെ ഡേ ആണ്, അപ്പോൾ വെളിയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ എൻ്റെ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കരഞ്ഞു പോയെന്നുള്ളതാണ്. കാരണം പലരെയും വിസ അടിക്കാതെ കയറ്റി വിട്ടു. പിന്നെ എന്നിട്ടും ഞാൻ എൻ്റെ ദൈവത്തിൽ, പ്രപഞ്ചത്തിൽ ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ അഫർമേഷനും ചാൻസ് ചെയ്യുമ്പോൾ എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നേ, വിഷൻ ബോർഡ് കൂടാതെ. ഇത് 2 ചെയ്യുമ്പോൾ എന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. പിന്നീടാണ് ഞാനൊരു 3-4 ആരുടെ അടുത്തും കൂടി ഇത് കയറി നല്ല ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഈ റീസെൻ്റായിട്ട് ഞാൻ പിന്നെ എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ബിസിനസ്സുകാരിയാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഫ്ലോപ്പായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കൊറോണ സമയത്ത് ഒരു വലിയൊരു പാൻഡമിക് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടകളും ഷോപ്പുകളും എല്ലാം അടച്ചുവിടുമല്ലോ ആ സമയത്ത്. അപ്പോൾ അതൊന്നും അടയ്ക്കാത്ത എന്തെങ്കിലും ഒരു ബിസിനസ് എനിക്ക് വേണമെന്നാണ്. അപ്പം ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്ണറോട് വിളിച്ച് പറഞ്ഞപ്പം അവർ ഹസ്ബൻഡും വൈഫും കൂടെ എന്നോട് പറഞ്ഞു, പിന്നെ സൂപ്പർ മാർക്കറ്റ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ബാംഗ്ലൂർ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ പിന്നെ എപ്പം നോക്കിയാലും അതിനകത്ത് എവരി മിനിറ്റിനകത്ത് 2-3 ആൾക്കാർ വന്ന് കയറിക്കണം. കൊച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ്. അപ്പോൾ എപ്പോഴും ഇതിനകത്തേക്ക് ആളിങ്ങനെ വരുകയും പോവുകയൊക്കെ ചെയ്യുന്ന അവർക്ക് കാണാം, അവരുടെ ഫ്ലാറ്റ് ചെന്ന് അവർക്ക് കാണാം. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോയി അന്വേഷിച്ചു. എനിക്ക് ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും തുടങ്ങണമെന്നായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എവിടെയെങ്കിലും, കാരണം എൻ്റെ ഓഫീസ് അവിടെയാണുള്ളത്, എൻ്റെ കമ്പനി ഓഫീസൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ആ ഭാഗത്ത് വേണമെന്നായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അതിൻ്റെ റാക്ക് മുതൽ നമുക്ക് മേടിക്കാൻ ഞാൻ അന്വേഷിച്ചായിരുന്നു, അതിന് ഇത്ര ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, നമ്മുടെ വീടിൻ്റെ മുമ്പിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ആ സൂപ്പർ മാർക്കറ്റ് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് ചോദിച്ചു. അവരെന്തായാലും ചോദിക്കാമെന്ന് പറഞ്ഞു. ഇവർ കടയിൽ സാധനം മേടിക്കാൻ ചെന്ന സമയത്ത് അവർ ആ സൂപ്പർ മാർക്കറ്റിൽ കയറി വെറുതെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ കൊടുക്കാം, നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് വേറെ ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ
പിന്നെ ഇത് നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു 1.5 കോടി 2 കോടി രൂപയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു 2-3 കിലോമീറ്റർ അപ്പുറേക്ക് ഞങ്ങൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി നോക്കി നടത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആ സ്റ്റാഫ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളിത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞാനിവിടെ നിന്നൊരു 10 ദിവസത്തെ ലീവിന് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് കാണാൻ വേണ്ടി പോയി. ആ 10 ദിവസത്തെ ലീവ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് തന്നെ ഒരു 2-2.5 ലക്ഷം രൂപയോളം ടിക്കറ്റിന് തന്നെയായി. എന്നിട്ടും ഞാൻ അത് കാണാൻ വേണ്ടി പോയി തിരിച്ച് വന്നിട്ട് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ചിത്രങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചാർട്ട് പേപ്പറിലേക്ക് എൻ്റെ ഒരു ഫോട്ടോയും ഒട്ടിച്ച് പ്രിൻ്റ് ഔട്ടും എടുത്ത് പിന്നെ അഫർമേഷൻ എഴുതി വെച്ചു. ഈ സൂപ്പർ മാർക്കറ്റ് എനിക്ക് ലഭിച്ചതിന് നന്ദിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ, അതായത് 2025 മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റ് വേണമെന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അത് ചാർട്ട് പേപ്പറിൽ എഴുതി വെച്ചു. എൻ്റെ കണ്ണാടിയിൽ ഞാൻ ഒട്ടിച്ചു വെച്ചു. അതിനകത്ത് അഫർമേഷൻ എഴുതി വെച്ചു. സൂപ്പർ മാർക്കറ്റ് എനിക്ക് ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ എഴുതി അതവിടെ വെച്ചേക്കാണ്. അപ്പം നമുക്ക് നോക്കാം അത് കിട്ടുമോ കിട്ടത്തില്ലയോ. അപ്പം ഞാൻ എഴുതി വെച്ച ഈ പിന്നെ വിഷൻ ബോർഡും ഈ അഫർമേഷനൊക്കെ വർക്ക് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. അന്നേരം അവർ പറഞ്ഞു ആരെങ്കിലും വന്നു അത് വാങ്ങിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി പേര് വന്ന് അത് നോക്കുന്നുണ്ട്, പക്ഷെ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന്. എന്നെ സംബന്ധിച്ച് വലിയ വിലയൊന്നും അതിനില്ല, ആരും അങ്ങോട്ട് അടുക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാനത് യൂണിവേഴ്സിനോട് എനിക്ക് വേണ്ടി ഞാൻ 33 ദിവസം തുടർച്ചയായിട്ട് ഞാൻ എഴുതി യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് യൂണിവേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അതങ്ങനെ ആരും കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാർച്ച് 30-നുള്ളിലാണ് അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതുവരെ അതിനുള്ള പൈസയൊന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്കത് വാങ്ങിക്കാൻ സാധിക്കും. എനിക്ക് തീർച്ചയായിട്ടും അത് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് യൂണിവേഴ്സിൽ ഏറ്റവും നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും എനിക്കത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കൂടി അറിയിക്കുന്നതായിരിക്കും. എനിക്ക് ഈ സ്ഥാപനം ഞാൻ വാങ്ങിച്ചു